ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ ലക്ഷദ്വീപുകാരിയാണ്. ഞാൻ എൻ്റെ ഈ ചാനലിൽ ലക്ഷദ്വീപ് റിലേറ്റഡ് ആയിട്ടുള്ളതും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ കിഴക്ക് വശത്തുള്ള ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കസിൻസ് ഉണ്ട്, മോനും ഉണ്ട്. ഞങ്ങൾ 5 പേരാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ആരോ തെങ്ങ് മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ കരിക്കൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, തെങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് കുരുന്ത്, ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ പറയുക. കേരളത്തിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. നമ്മൾ കുരുന്ത് എന്നാണ് പറയുക. അത് എടുത്തിട്ട് വെറും ഓലയും കുറച്ച് മടലും പിന്നെ കരിക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മളതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇറങ്ങി നടന്നു. കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഞാനിങ്ങനെ ബീച്ചിൽ വരുന്നത്. മോൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ നനഞ്ഞ മണ്ണിൽ കൂടെയൊക്കെ നടക്കുന്നത്. ആൾ വെള്ളം കണ്ടിട്ട് പേടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ. പേടിയൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ പാറകൾക്കിടയിൽ ഇത് കണ്ടോ, കസിന് ഓരോ സാധനങ്ങളായിട്ട് എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് ഈ സാധനം കളക്ട് ചെയ്യാനാണ് കേട്ടോ. ഇതിന് ഞങ്ങളുടെ ഇവിടെ ഷേഡി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ഇത് ഒരുപാട് കിട്ടുമായിരുന്നു കേട്ടോ. ഏത് ബീച്ചിൽ പോയാലും ഏത് സൈഡിലാണെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ കിട്ടാറൊക്കെ ഭയങ്കര കുറവാണ്. നമ്മൾ അങ്ങനെ അത് തിരഞ്ഞു പിടിക്കാനായിട്ട് കുറേ തെക്കോട്ട് നടന്ന് ഈ കാണുന്നതൊരു പള്ളിയാണ് കേട്ടോ. ഇവിടുത്തെ കുറച്ച് പഴയ പള്ളിയാണ്. മൊഹീദ്ദീൻ പള്ളി എന്നാണ് പള്ളീൻ്റെ പേര്. അപ്പോൾ ആ പള്ളീൻ്റെ നേരെ കിഴക്ക് ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ മരം ഉള്ളത്. ഇതിൽ നിങ്ങൾ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു കായകളൊക്കെ കഴിക്കാൻ പറ്റുന്ന കായകളാണ്. ഇതിൻ്റെ ചോട്ടിലിരുന്നിട്ട് കുറച്ച് കുട്ടികൾ കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പയ്യൻ്റെ കയ്യിലൊരു ബോട്ടിൽ കണ്ടപ്പോൾ ഞാനതൊന്ന് വാങ്ങി നോക്കി. അതിനകത്ത് കുറേ കുഞ്ഞു കുഞ്ഞ് ജീവനുള്ള ശംഖുകളാണ്. അതിനൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. ഇവരിവിടെ പുതിയൊരു കിണർ തന്നെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം അവരുടെ അടുത്ത് നിന്ന് പിന്നെ തിരിച്ചു പോവാണ്. കസിനാണെങ്കിൽ താഴേന്ന് കുറേ കല്ലുകൾ ശംഖുകളൊക്കെ എടുത്തുകൊണ്ട് വന്ന് കാണിച്ചതൊക്കെ തരുന്നുണ്ടായിരുന്നു. വീഡിയോയിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ അടുത്ത് ഈ കണ്ടത് ഒരു പള്ളിയാണ്. ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലക്ഷദ്വീപിനെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ അറിയാനും ജീവിതശൈലികളും ഒക്കെ മനസ്സിലാക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഈ കാണുന്ന മരം ഉണ്ടല്ലോ, ഞാൻ കേരളത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ ആളുകൾ കഴിക്കുന്നത് കണ്ടിട്ടില്ല. ലക്ഷദ്വീപിൽ ഞങ്ങളെല്ലാവരും ഒരുപാട് കഴിക്കുന്ന ഒരു പഴമാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.